ഹലോ ഗായ്സ്, ഇറ്റ്സ് മീ ജസൻ. ഞാൻ ഈ വീഡിയോ പറയാൻ പോകുന്ന 4 കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്താൽ ഒറ്റ വീഡിയോ മാത്രം മതി നിങ്ങളുടെ ചാനലിലെ സബ്സ്ക്രൈബേഴ്സ് കൂട്ടാൻ. വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയ മെയിൻ പോയിന്റ്സ് പറഞ്ഞുതരാം. ഈ പോയിന്റ്സ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാമിൽ ഫോളോവേഴ്സ് കൂട്ടാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. ഇതിനെ ഷോർട്ടായി പറഞ്ഞാൽ AIDA. A എന്നാൽ അറ്റൻഷൻ. മാക്സിമം വ്യൂവേഴ്സിന്റെ അറ്റൻഷൻ ഗ്യാദർ ചെയ്തുള്ളതായിരിക്കണം നിങ്ങളുടെ ഓരോ വീഡിയോസും. ആദ്യത്തെ 3 സെക്കൻഡ് വ്യൂവേഴ്സിന്റെ അറ്റൻഷൻ ഗ്യാദർ ചെയ്തുള്ളതായിരിക്കണം. സെക്കൻഡ് ലെറ്റർ ആണ് I എന്നാൽ ഇൻട്രസ്റ്റ്. ഇപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി വ്യൂവേഴ്സിന്റെ അറ്റൻഷൻ കിട്ടിക്കഴിഞ്ഞു. അടുത്തതായിട്ടുള്ളതാണ് വ്യൂവേഴ്സിന്റെ ഇൻട്രസ്റ്റ് കൂട്ടുക. അതിനായി വോയിസ് ആൻഡ് BGM കൂടുതൽ അട്രാക്റ്റീവ് ആക്കി മാറ്റുക. അടുത്ത ലെറ്റർ ആണ് D, അതായത് ഡിസയർ. ഹുക്ക് ആൻഡ് വോയിസ് ഓവറിന് ശേഷം വരുന്നതാണ് ഡിസയർ. അതായത് നിങ്ങളുടെ വീഡിയോസിന് ഓൾറെഡി അറ്റൻഷൻ കിട്ടിക്കഴിഞ്ഞു. അടുത്തതായി നല്ല രീതിക്ക് എഡിറ്റിംഗ് ചെയ്യുക. എഡിറ്റിംഗ് നല്ലതാണെങ്കിൽ ആളുകൾ പകുതിക്ക് വെച്ച് സ്കിപ്പ് ചെയ്യുന്നത് കുറയ്ക്കാൻ സാധിക്കും. അതുവഴി നിങ്ങളുടെ വീഡിയോയുടെ വാച്ച് ഓവറും നിങ്ങൾക്ക് ഇൻക്രീസ് ചെയ്യാം. ലാസ്റ്റ് ലെറ്റർ ആണ് A, അതായത് ആക്ഷൻ. നിങ്ങളുടെ വീഡിയോ നിങ്ങൾ തന്നെ 1-2 തവണ വാച്ച് ചെയ്തതിന് ശേഷം മാത്രം വീഡിയോസ് അപ്ലോഡ് ചെയ്യുക. കാര്യം അപ്പോൾ നിങ്ങളുടെ വീഡിയോയിൽ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് മനസ്സിലാക്കുവാനും പോരായ്മകൾ മെച്ചപ്പെടുത്തി നല്ല രീതിക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും. പല യൂട്യൂബേഴ്സും ഈ ട്രിക്ക് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അവരുടെ പഴയ വീഡിയോയിനേക്കാൾ പുതിയ വീഡിയോ കൂടുതൽ മെച്ചപ്പെടുത്തുവാൻ അവർ ഈ ട്രിക്ക് യൂസ് ചെയ്യുന്നു. ഇതെല്ലാം കൃത്യമായി ചെയ്തതിനു ശേഷം കൺസിസ്റ്റന്റ് ആയി വീഡിയോസ് അപ്ലോഡ് ചെയ്യുക. കൺസിസ്റ്റൻസി എന്നാൽ ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതല്ല. വീഡിയോസ് മാസത്തിൽ 1-2 വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതും കൺസിസ്റ്റൻസി തന്നെയാണ്. അതുകൊണ്ട് തന്നെ സ്ട്രോങ് ആയിട്ടുള്ള കണ്ടന്റ്സ് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക. അടുത്തതാണ് ടൈം. ഏത് ടൈമിൽ ഇട്ടാലാണ് വാച്ച് ഓവർ കൂടുക അല്ലെങ്കിൽ വ്യൂവേഴ്സ് കൂടുക? ഇതെല്ലാവരുടെ ഡൗട്ടാണ്. നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ അത് ആർക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതെന്നാൽ അവർക്ക് കൺവിൻസിംഗ് ആയിട്ടുള്ള ടൈമിൽ നിങ്ങൾ വീഡിയോസ് അപ്ലോഡ് ചെയ്താൽ അവർ കാണുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വ്യൂവേഴ്സ് എപ്പോഴാണ് കൺവിൻസിംഗ് ആയിട്ടുള്ള ടൈം അല്ലെങ്കിൽ അവർ ഫ്രീ ആവുന്ന ടൈമിൽ നിങ്ങൾ നിങ്ങളുടെ വീഡിയോസ് അപ്ലോഡ് ചെയ്താൽ കൂടുതൽ വ്യൂവേഴ്സിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിലേക്ക് കൂടുതലായി എത്തുകയും അതുവഴി നിങ്ങളുടെ വീഡിയോ കൂടുതലായി സ്പ്രെഡ് ആകുവാനും തുടങ്ങും. ഈ വീഡിയോയിൽ എന്റെ പേഴ്സണൽ ആയിട്ടുള്ള എക്സ്പീരിയൻസും ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളുമാണ് ഇട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാ ഫ്രണ്ട്സിനും സെൻഡ് ചെയ്ത് കൊടുക്കുക. അവർക്ക് യൂസ്ഫുൾ ആകട്ടെ.